ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റാർ ലൈവ് ടെക്. ഇന്നത്തെ വീഡിയോ നമ്മളൊരു കൺസെപ്റ്റ് വീഡിയോ ആണ്. നമ്മുടെ റെഡ്മിയുടെ നോട്ട് 9 സീരീസ് കുറച്ചു കാലം മുന്നെയാണ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ റെഡ്മിയിൽ നിന്ന് ഇനി വരാൻ പോകുന്ന നോട്ട് 10 സീരീസിലെ റെഡ്മി നോട്ട് 10 പ്രോ എന്ന ഡിവൈസിൻ്റെ ഒരു കൺസെപ്റ്റ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം, പിന്നെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. റെഡ്മി നോട്ട് 9 പ്രോ എന്ന ഡിവൈസിൻ്റെ സക്സസറായ റെഡ്മി നോട്ട് 10 പ്രോ എന്ന ഡിവൈസിനെ കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഡിസ്പ്ലേയുടെ ഭാഗത്ത് വലിയൊരു അപ്ഗ്രേഡിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല. 6.7 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ IPS LCD പാനലാണ് ഈ ഡിവൈസിൽ വരുന്നത്. നോട്ട് 9 സീരീസിലെ പോലെ തന്നെ ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആയിരിക്കും നോട്ട് 10 സീരീസിലും വരിക എന്നാണ് ഒരുവിധം എല്ലാ ലീക്സും പറയുന്നത്. പക്ഷേ പഞ്ച് ഹോൾ കട്ട് സെൻറ്ററിലാണോ അതോ സൈഡിലാണോ എന്ന കാര്യമൊന്നും കൺഫേം ആയിട്ടില്ല. അതുപോലെ തന്നെ ഗോറില്ല ഗ്ലാസ് 5 ആയിരിക്കും ഈ ഒരു ഡിവൈസിൽ മിക്കവാറും വരാൻ പോകുന്നത്. 20:9 എന്ന ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. നമ്മൾ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന സമയത്ത് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 765G എന്ന ചിപ്സെറ്റ് ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഡിവൈസിൽ 5G കണക്ടിവിറ്റി അവൈലബിൾ ആയിരിക്കും. 5G വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണുകൾക്കൊക്കെ ഇപ്പോൾ 5G കണക്ടിവിറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പല ലീക്സും പറയുന്നത് മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 800+ എന്ന ചിപ്സെറ്റ് ആയിരിക്കും ഈ ഒരു ഡിവൈസിൽ വരിക എന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഡിവൈസിൽ നമുക്ക് 5G കണക്ടിവിറ്റി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ 5G വരുമെന്നുള്ള കാര്യം ഏകദേശം കൺഫേം ആണ്. അതുപോലെ തന്നെ അഡ്രീനോ 620 ആയിരിക്കും ഈ ഒരു ഡിവൈസിലെ GPU. നമ്മുടെ നോട്ട് 9 പ്രോയിൽ നമുക്ക് അഡ്രീനോ 618 ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഗെയിമിങ്ങിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ഓവറോൾ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിൽ നല്ലൊരു അപ്ഗ്രേഡിങ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡിവൈസ് നമുക്ക് 6GB 8GB റാം വേരിയൻസ് വരുന്നതായിരിക്കും. ഇന്റേണൽ സ്റ്റോറേജ് നമുക്ക് 64GB ആയിരിക്കും ബേസ് വേരിയന്റ് വരുന്നത്. പിന്നെ 128GB അവൈലബിൾ ആയിരിക്കും. ഈ ഒരു സ്മാർട്ട് ഫോണിലും നമുക്കൊരു ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ലഭിക്കുമെന്നാണ് പല ലീക്സും പറയുന്നത്. അപ്പോൾ നമുക്ക് 2 SIM കാർഡ് ഉപയോഗിക്കുന്ന സമയത്തും ഒരു SD കാർഡ് സെപ്പറേറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസിൻ്റെ ഇന്റേണൽ സ്റ്റോറേജ് നമുക്ക് 512GB വരെ എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. നമ്മൾ റിയർ ക്യാമറ സെറ്റപ്പിലേക്ക് വരുന്ന സമയത്ത് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് തന്നെയായിരിക്കും ഈ ഡിവൈസിൽ വരുന്നത്. പക്ഷേ പ്രൈമറി സെൻസർ 64 MP ആയിരിക്കും. നമ്മുടെ റെഡ്മി നോട്ട് 9 പ്രോ എന്ന ഡിവൈസിൽ നമുക്ക് 48 MP മെയിൻ സെൻസർ ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ നോട്ട് 10 പ്രോയിലേക്ക് വരുന്ന സമയത്ത് ക്യാമറയിൽ ഒരു അപ്ഗ്രേഡിങ് കൊണ്ടുവന്നിട്ടുണ്ട്. 64 MP ആയിരിക്കും വരുന്നത്. പിന്നെ ഒരു 8 MP അൾട്രാ വൈഡ് ലെൻസ്, 5 MP മാക്രോ ലെൻസും 2 MP ഡെപ്ത് സെൻസറും അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് തന്നെയായിരിക്കും റിയർ സൈഡിൽ വരുന്നത്. ക്യാമറ പാറ്റേൺ ഏകദേശം റെഡ്മി നോട്ട് 9 സീരീസിൻ്റെ അതേപോലെ തന്നെ ആയിരിക്കും. ഒരു സ്ക്വയർ മോഡ്യൂളിലായിരിക്കും ക്യാമറ സെറ്റപ്പ് വരുന്നത് എന്നാണ് പുതിയ ലീക്സ് ഒക്കെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് 32 MP ഒരു സെൽഫി ക്യാമറ ആയിരിക്കും ഈ ഡിവൈസിൽ വരിക എന്നാണ് പല ലീക്സും പറയുന്നത്. അപ്പോൾ റെഡ്മി നോട്ട് 9 പ്രോ എന്ന ഡിവൈസിൽ നമുക്കൊരു 16 MP സെൽഫി ക്യാമറ ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു 32 MP സെൽഫി ക്യാമറ ഡിവൈസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെഗ്മെന്റിൽ നല്ലൊരു അപ്ഗ്രേഡിംഗ് തന്നെ കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ബാറ്ററി സെക്ഷൻ നോക്കുന്ന സമയത്ത് വലിയൊരു അപ്ഗ്രേഡിംഗ് ഒന്നുമില്ല, ഒരു ചെറിയ അപ്ഗ്രേഡിംഗ് ഉണ്ട്. 5100 mAh ഒരു ബാറ്ററി ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. നമ്മുടെ റെഡ്മി നോട്ട് 9 പ്രോ എന്ന ഡിവൈസിൽ ഒരു 5020 mAh ബാറ്ററി ആയിരുന്നു. അപ്പോൾ വലിയൊരു അപ്ഗ്രേഡിംഗ് ഒന്നും ഉണ്ടാവില്ല, ഒരു അത്യാവശ്യം ഒരു ചെറിയ അപ്ഗ്രേഡിംഗ് കൊണ്ടുവരും. അതുപോലെ തന്നെ 33 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ആയിരിക്കും ഈ ഒരു ഡിവൈസിൽ വരാൻ പോകുന്നത്. നോട്ട് 9 പ്രോയിൽ നമുക്കൊരു 30 വാട്ട്സിൻ്റെ ആയിരുന്നു, അവിടെയും ഒരു ചെറിയ അപ്ഗ്രേഡിംഗ് ആയിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. അതുപോലെ തന്നെ USB Type-C പോർട്ട് ആയിരിക്കും ഈ ഡിവൈസിൽ വരുന്നത്. ഒപ്പം 3.5mm ഓഡിയോ ജാക്കും അവൈലബിൾ ആയിരിക്കും. പിന്നെ LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ സൈഡിലോ അല്ലെങ്കിൽ റിയർ സൈഡിൽ മിക്കവാറും സൈഡിൽ തന്നെ ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെയും വരിക. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ റെഡ്മി നോട്ട് 10 പ്രോ എന്ന ഡിവൈസിൽ നമ്മൾ ഓവറാൾ എക്സ്പെക്ട് ചെയ്യുന്ന ഫീച്ചേഴ്സ്. ഓവറാൾ നോക്കുന്ന സമയത്ത് ഡിസ്പ്ലേ ഭാഗത്ത് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എപ്പോഴും IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത് എന്ന് മാത്രമാണ് ഒരു അപ്ഗ്രേഡിംഗ് ഇല്ലാതെ പോയൊരു കാര്യം. പിന്നെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു 5G കണക്ടിവിറ്റി വരുന്ന ചിപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസും അതുപോലെ ഒരു 5G കണക്ടിവിറ്റിയും ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസും മറ്റും നമുക്ക് ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ റെഡ്മി നോട്ട് 10 പ്രോ എന്ന ഡിവൈസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 19,000 രൂപയാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു ലോഞ്ചിങ് ഡേറ്റും കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടില്ല. ഈ വർഷം അവസാനം അതല്ലെങ്കിൽ അടുത്ത വർഷം, അതായത് 2021 ഫസ്റ്റിലോ ആയിരിക്കും റെഡ്മി നോട്ട് 10 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മളൊരു കൺസെപ്റ്റ് വീഡിയോ ആണ് ചെയ്തത്. കംപ്ലീറ്റ്ലി ലീക്സ് ആൻഡ് റൂമേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. 5G കണക്ടിവിറ്റി വരുമെന്നുള്ള കാര്യം ഓൾമോസ്റ്റ് കൺഫേം ആണ്. ബാക്കിയെല്ലാം ലീക്സ് ആൻഡ് റൂമേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം.
ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, പിന്നെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് 4-5 മണിക്ക് മറ്റൊരു പുതിയ ടെക്നോളജി വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.